ഷോ 6:45. 5 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. 6:50 അല്ലെങ്കിൽ 6:45 ഒന്നും അറിയില്ല. എന്ത് വേഗത്ത് ഒരുപാട് തിരക്കുണ്ടല്ലോ. ഇവിടെ പ്രബീഷിനെ കണ്ടുപിടിക്കണം. പ്രബീഷ് കഴിഞ്ഞ് നീ അത് ടിക്കറ്റ് കാണിക്കുമോ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് കാണിക്കും. ഞാൻ അത് ഇത് കൊടുക്കുക. ಏನೇಳಿ ಹಾಂ ಕ್ಯಾಮ್ರಾ ಇದೆ 162 ആറ് മുക്ക തുടങ്ങിയപ്പാ. എന്ത് ഓർത്തമാനോടെ പറഞ്ഞു. ആ സ്ക്രീൻ 4 അവിടെ ഞാനാ ഞാനാ ഫോട്ടോഷൂട്ടിൽ നടന്നടേ. നമുക്കത് നോക്കാവോ? പരിപാടി തുടങ്ങിയൊന്ന് ജി ആണെന്ന് തോന്നുന്നു. ഭാഗ്യം തുടങ്ങിയിട്ടില്ല. സൗണ്ടൊന്നും കേൾക്കണില്ല. ഓ സമാധാനം. വാടക മൂത്ര വെച്ചിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും ഒന്നും നോക്കാണ്ട് മൂത്ര വയ്ക്കാനായിട്ട് പോവുക. പടം തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ എടാ ഈ ഭാഗമാടെ മനുഷ്യനെ നോക്കിയിട്ട് ഭ്രാന്ത് കുറിപ്പിക്കാനായിട്ട് ഗായ്സ്. ഇപ്പോൾ ടോയ്ലറ്റ് റൂമിൽ കയറി ഗായ്സ്. ഞാൻ ആരും മനുഷ്യനെ മൂത്രമൊഴിക്കാനും സമയക്കാണ്ട് വെള്ളവും വലിക്കുക. അപ്പോൾ ശരി, എപ്പോഴും ഒരു കാര്യം. എടാ ഇത് എന്താണത്? സീറ്റിൻ്റെ നമ്പർ അറിയാലോ. ജി ആണെന്നാണ് തോന്നുന്നത്. അയ്യോ പടം തുടങ്ങി. मुश्किलों को दूर जताने निकली थी। शायद आपको अपने वादे की अहमियत नहीं पता होगी, पर मैं आपसे किया अपना वादा जरूर निभाऊंगा. ഇന്റർവ്യൂവിൽ പറയാം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അങ്ങനെ ഗായ്സ് ഇൻ്റർവെല്ലായി. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ല ഒന്നില്ല. നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ പോയിട്ട് പടം കണ്ടതല്ലേ, അതിന് വൈബ് തന്നെ വേറെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് നമ്മുടെ സൗബിൻ ഷാഹിൻ്റെ അവങ്ങൾക്ക് എന്നാ സ്ക്രീൻ പ്രസൻസാണ്. രജനീകാന്തിൻ്റെ എന്താണ് എൻട്രി കൊള്ളൂല, അത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ. ഒന്നുമില്ല, നല്ല ക്ലാസിക് ഇടയ്ക്ക് മാസ് പടം. ഫൈറ്റിംഗ് സീൻസൊക്കെ വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാണാം. ഓക്കെ ബൈ. ഞാനൊന്നുമില്ല. ஸ்மோக்கிங் காசஸ் கேன்சர் அண்ட் ஸ்மோக்கிங் கில்ஸ். புகைப்பிடிப்பதால் புற்றுநோய் உருவாகும் மற்றும் உயிரை கொல்லும். இந்த தேவாப்பத்தில் தெரிஞ்சிருந்தோம் என்கிட்டயே விளையாட இருக்க. ये बाबा से भी बड़ा आदमी है क्या? बैग അങ്ങനെ തിരിച്ച് എൻ്റെ ക്യാമറ ബാഗ് കിട്ടി. ഇവിടെ ഉണ്ടോ? അന്വേഷിക്കായിരുന്നല്ലോ. പടം എങ്ങനെയാണെന്ന് പറയൂ.
പടം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം. അപ്പോൾ ഗൈസ് എല്ലാവരും ഒരു പ്രാവശ്യം മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രഭീഷിൻ്റെ ഒരു നിലപാട്. ഏത് കുഴപ്പമൊന്നുമില്ല, നല്ല അതെ. അപ്പോൾ കൂട്ടിക്കളഞ്ഞ